ഒരു നാടിനും നമ്മുടെ രാജ്യത്ത് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. നിപ്പ, ഓക്കി, 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അതിൽ നിന്ന് നിവർന്നു നിന്ന് ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, നമ്മുടേതുപോലുള്ള ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽ പരം മറ്റെന്ത് വേണം? ഈ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. നമ്മെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനാണ്. നാം ഏതെങ്കിലും ദയ യാചിക്കുന്നതല്ല. ഒരു നാടെന്ന നിലക്ക്, ഒരു സംസ്ഥാനം എന്ന നിലക്ക് അർഹതപ്പെട്ടതാണ് നാം ചോദിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഭരണഘടനാ വ്യവസ്ഥയുണ്ട്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കണം എന്ന് കൃത്യമായ വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതനുസരിച്ച് ആപൽഘട്ടങ്ങൾ വരുമ്പോൾ, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം ലഭ്യമാകാറുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലം വലിയൊരു ദുരന്തത്തിന് ഗുജറാത്ത് ഇരയായി. ഗുജറാത്തിലെ വിഭവം കൊണ്ട് മാത്രമല്ല അത് പരിഹരിക്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ സഹായമുണ്ടായി, മറ്റു പ്രദേശങ്ങളുടെ സഹായമുണ്ടായി, രാജ്യത്തിന് പുറത്തുള്ള സഹായവും എത്തി. എല്ലാം സ്വീകരിച്ച ഗവൺമെന്റ് തലവൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ നമ്മുടെ സംസ്ഥാനം 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ടു. എന്താ സ്വീകരിച്ച സമീപനം? നമ്മുടെ തകർച്ച കണ്ട് നമ്മെ നെഞ്ചേറ്റിയ ചില രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. സഹായം കേന്ദ്ര ഗവൺമെൻറ് വഴിയേ തരാൻ പറ്റൂ. അപ്പോൾ അവരോട് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. ഗുജറാത്തിലാകാമായിരുന്നു, കേരളത്തിന് പറ്റില്ല. കേരളത്തിന് പറ്റില്ല എന്ന് നിലയെടുക്കുമ്പോൾ കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാവണ്ടേ? ഒരു ചില്ലി കാശ് സഹായിക്കാൻ തയ്യാറായില്ല. ഓർമ്മയില്ലേ, നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവരുള്ള രാജ്യങ്ങളിൽ അവരുടെ നാട്ടിനേറ്റ ദുരന്തത്തിൽ സഹായിക്കാൻ അവിടെ പലരും സന്നദ്ധമാണ്. നിങ്ങൾ കേരളത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിമാരാരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കത് സഹായകമാവും എന്ന് പറയുന്നു.
ഓരോ പ്രദേശത്തും പോകാൻ ഞങ്ങൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നു. മന്ത്രിക്ക് ഇതുപോലൊരു കാര്യത്തിന് വിദേശ സന്ദർശനം നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. അനുമതിക്ക് എഴുതുന്നു, നിഷേധിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുന്നു, പോകാൻ പാടില്ല. എന്താണത്? അപ്പോ സ്വയം സഹായിക്കാൻ തയ്യാറല്ല. സഹായിക്കാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വന്നാൽ അത് തടയുന്നു. നിങ്ങൾ ചിലർ വന്നാൽ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പോയി വാങ്ങാനുള്ള യാത്ര തടയുന്നു. ഇത് ഒരു സംസ്ഥാനത്തോട് കേന്ദ്രം സ്വീകരിക്കേണ്ട സമീപനമാണോ? ആരോഗ്യകരമായ ഫെഡറൽ സമീപനമാണോ? ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നതാണോ? ശത്രുവിനോട് സ്വീകരിക്കുന്ന സമീപനമല്ലേ ഉണ്ടായത്? നിർഭാഗ്യവശാൽ ആ ഘട്ടത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം UDF ഇവിടെ സ്വീകരിച്ച സമീപനം ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിന്നു. ഒരു വാക്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. കേരളത്തിന് ന്യായമായ വിഹിതം വേണം എന്ന് പറയാൻ പോലും തയ്യാറായില്ല. അതെവിടം വരെ എത്തി? നമ്മുടെ സംസ്ഥാനത്തിന് കാര്യങ്ങൾ നിർവഹിക്കാൻ പണം വേണമല്ലോ. ആ പണം വിവിധ സ്രോതസ്സിൽ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ജീവനക്കാരോട് ഗവൺമെന്റ് പറയുന്നു, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി തരണം, തിരിച്ചു നൽകാൻ നിങ്ങൾക്ക്. ഉടനെ വന്നു UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രസ്താവന. ഇതിനെ എതിർത്തു, കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിനുവേണ്ടി കോടതിയിൽ പോയി. ഇതെല്ലാം എന്താണ് മനോഭാവം? നാട് തകർന്നടിഞ്ഞ് കിടക്കുകയാണല്ലോ. ആ തകർന്നടിഞ്ഞ് കിടക്കുന്ന നാട് കൂടുതൽ തകരട്ടെ. ഇതല്ലേ സമീപനം? നാം തകർന്നോ? ഇവരാഗ്രഹിച്ചതുപോലെ നമ്മൾ തകർന്നടിഞ്ഞു പോയോ? നമ്മെ രാജ്യവും ലോകവും പിന്നീട് നോക്കിക്കണ്ടു ആശ്ചര്യത്തോടെ. എങ്ങനെ കേരളത്തിന് ഈ പതനത്തിൽ നിന്ന് അതിജീവിച്ചുയരാൻ കഴിഞ്ഞു എന്തായിരുന്നു അവരെ ആശ്ചര്യപ്പെടുത്തിയത്? അതിനെന്തായിരുന്നു കാരണം? നമ്മുടെ നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഇത് നാം സാധാരണഗതിയിൽ ചെയ്യാൻ ബാധ്യപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തുള്ളതായിരുന്നു. ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടെ അത്തരം കാര്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞു.